ആശാൻ മൂവി സിനിമയുടെ ഒരു കാൽ ഭാഗത്തോളം സിനിമ ഒരു സംഭവവും ഇല്ലാതെയാണ് പുരോഗമിക്കുന്നത്. കോമഡിയോ അല്ലെങ്കിൽ ഒരു ത്രില്ലിങ്ങോ ഒന്നുമില്ലാതെയാണ് പോയത്. അതിനുശേഷം ഒരു സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയിൽ കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു. ഇടവേള വരെയും അത് കഴിഞ്ഞിട്ടും ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇടവേളയുടെ സമയത്ത് അവർ കൊടുത്ത ബ്ലോക്കൊക്കെ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ കുഴപ്പമില്ലാത്തതായിരുന്നു. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഈ സിനിമ എങ്ങനെയായിരിക്കും, അതുവരെയും സിനിമയുടെ കാര്യത്തിൽ ആ ഒരു കഥയുടെ കാര്യത്തിൽ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ഇടവേള കഴിഞ്ഞ് സിനിമയ്ക്ക് കയറിയപ്പോൾ അവിടെയും വളരെ വലിയൊരു ട്വിസ്റ്റ് അവർ കൊണ്ടുവരികയാണ്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു കാര്യം കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ട്വിസ്റ്റായിരിക്കും ഇനി സിനിമയിൽ ഇതുവരെ അവർ ചെയ്ത കാര്യത്തെക്കാളും വിജയിച്ച് മുന്നോട്ട് പോവുക എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഭാവന കാരണം നമുക്ക് സിനിമ കാണുന്നവർക്കറിയാം ഇത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് നന്നായി പോവുകയെന്ന്. എന്നിട്ട് ഞാൻ എന്താണോ വിചാരിച്ചത് ആ രീതിയിൽ തന്നെയാണ് സിനിമ അവസാനം വരെയും പോയത്. പക്ഷേ ആ കൊണ്ടുവന്ന ട്വിസ്റ്റ് തന്നെ കുറച്ച് കഴിഞ്ഞതും തന്നെ അങ്ങോട്ട് ചീറ്റി പോവുകയാണ്. അവിടെ അവർക്ക് അത് നല്ല രീതിയിൽ അവിടെ അവതരിപ്പിക്കാൻ പറ്റിയില്ല. അതിനുശേഷം വീണ്ടും അതിലൊരു പുരോഗമനം വന്നിട്ട് പിന്നെ ഒരു ക്ലൈമാക്സ്, അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഡയറക്ടറും അതേപോലെ കഥ എഴുതിയ ആളുമായ ജോൺ പോൾ ജോർജ് നമ്മളെ തൊട്ടുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഇതിലെ കഥാപാത്രങ്ങളും അവരുടെ അഭിനയം കൊണ്ട് അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കതങ്ങോട്ട് ഫീൽ ആകുന്നില്ല. ആ രീതിയിലാണ് സിനിമയുടെ കഥ കിടക്കുന്നത്. ഇത് നന്നായിട്ട് എടുക്കാമായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള കഥ തന്നെയാണ്. ഇതിൽ KRS എന്നൊരു ഡയറക്ടർക്ക് ഒരു സംഭവം കിട്ടാനുണ്ട്. അപ്പോൾ അത് അനന്തരാമൻ ഏറ്റെടുത്തിട്ട് പുള്ളി കൊണ്ടുവരാനൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പിന്നെ അവിടെ വെച്ചിട്ട് ഇവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ സംഭവം കിട്ടിയിട്ട് അത് KRSനെ അനന്തരാമൻ അറിയിക്കുന്നതും അപ്പോൾ അനന്തരാമന് കിട്ടേണ്ട കാര്യങ്ങൾ KRS പറയുന്നതും അതൊന്നും സിനിമയിലില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ എഡിറ്ററായ കിരൺ ദാസ് ആ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വളരെ ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് അത് പുള്ളി കട്ട് ചെയ്താന്ന് തോന്നുന്നു. പക്ഷെ അത് കട്ട് ചെയ്യേണ്ടായിരുന്നു. കാരണം സിനിമ അത്രയും നേരം ആ ഒരു കാര്യത്തിലൊരു പ്രതീക്ഷയിൽ പോകും. അപ്പോൾ ആ ഒരു സീന് കാര്യമായിട്ട് വെക്കാമായിരുന്നു. അങ്ങനെ ഒരു സീൻ ഇതിലില്ല. പകരം സിനിമയിൽ ഒരു ഇനിയെങ്കിലും നിർത്തിക്കൂടെ മയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കുറേ അനാവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മയിലേ പറഞ്ഞിട്ട് മയിലേ എന്തിനാ പറയണമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടിൻ്റെ ആവശ്യം എന്തായിരുന്നു? വെറുതെ ഒരാവശ്യമില്ലാതെ അങ്ങനെ ഒരു സോങ് അത് എടുത്തു കളഞ്ഞാൽ തന്നെ ആ ഭാഗം ഒരു ലെങ്ത് കുറയും. ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം അതിൽ കയറ്റാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്ററിന് ശ്രദ്ധിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് എടുത്തു പോയല്ലോ ചിലവ് ഇതെന്ന് കരുതിയിട്ട് ആ പാട്ട് ആഡ് ചെയ്താന്ന് തോന്നുന്നു. ഒരു സുഖമില്ലാത്തൊരു പാട്ട്, അതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. പിന്നെ ഇതിലെ ആശാൻ കഥാപാത്രം ഇന്ദ്രൻ ചേട്ടന് ഇതിൽ കുറേ അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. പുള്ളി അത് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. വേഷം കെട്ടിയിട്ടും വേഷം കെട്ടാതെയും കോമാളിയായിട്ടും ഒക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ചേട്ടൻ നമ്മളെ ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ജോമോൻ ജ്യോതിരൻ തന്നെ, പുള്ളിക്കും കോമഡി കുറേ ഉണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഈ സിനിമ നന്നായിട്ട് എടുക്കാമായിരുന്നു, നല്ല പഞ്ച് കൊടുക്കാമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലാതെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ നിർത്തുമ്പോഴും നല്ല രീതിയിലാണ് എന്ന രീതിയിൽ നിർത്തുമ്പോഴും നമ്മുടെ ആശാൻ കഥാപാത്രം കമലഹാസൻ്റെ രക്തം ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു ഒന്നുമില്ലാത്ത ഒരു തണുത്ത അവസ്ഥയിലൊക്കെയാണ് കാണിക്കുന്നത്. ഈ സിനിമ നന്നാക്കാമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ആവറേജ് പോലും എനിക്ക് തോന്നിയില്ല. ഒരു ബിലോ ആവറേജ് ആയിട്ടേ തോന്നിയുള്ളൂ.